ലോകത്തുള്ള സകല മനുഷ്യരും ഒന്നായിട്ട് നിൽക്കണം. അത് നിൽക്കാതെ പോയതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുരന്തമെന്ന് സാറ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. നാരായണത്ത് ഭ്രാന്തനും പറയുന്നത് അത് തന്നെയാണ്, അതിൻ്റെ ഒരു തുടർച്ചയാണ്. ഞാനിത് എപ്പോഴും ആലോചിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെ സാർ, ഇത് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ലോകത്തിലെ സകല എപ്പിക്കുകളും, ഭൂമിയിലുള്ള സകല എപ്പിക്കുകളും, പുരാണങ്ങളും കവികളും മതങ്ങളും എല്ലാ മനുഷ്യരും അടക്കം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഐകമത്യം. എന്നിട്ടും എന്തുകൊണ്ട് എന്ന് ഞാൻ ഇപ്പോഴും ഓരോ നമ്മുടെ നാട്ടിൽ എല്ലാവരും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. ലോകത്താദ്യമായിട്ട് ഏകമതം എന്ന ആശയം ഉണ്ടായ നാട് നമ്മുടെ നാടാണ്. ഋഗ്വേദത്തിലെ ഏറ്റവും ഒടുവിലത്തെ സൂക്തം ഐകമത്യ സൂക്തം എന്നതാണ്. ഏകമതം, ഒരേ മനസ്സെന്ന അർത്ഥം എന്ന് പറയുന്ന മതമല്ല ആ വാക്കിൻ്റെ അകത്ത്. ഒരു മതം, ഒരേ മനസ്സ്, അതായത് സംഗച്ഛധ്വം സമ്പദധ്വം സംഭോ മനാംസി ജാനത. ഒരേ മനസ്സ്, എല്ലാവർക്കും ഒരേ മനസ്സുണ്ടാവട്ടെ. എന്തുകൊണ്ട്? വേദവ്യാസൻ പറഞ്ഞതുപോലെ ധർമാദർത്ഥശ്ച കാമശ്ച, ധർമ്മം കൊണ്ട് തന്നെ അർത്ഥവും കാമവും നമുക്ക് ഭരിക്കാം. സ കിമർത്ഥം ന സേവ്യതേ, എന്തുകൊണ്ട് ഏകധർമ്മം എല്ലാവരും പാലിക്കുന്നില്ല? ഇത് വേദവ്യാസൻ മഹാഭാരതത്തിൽ പറഞ്ഞതാണ്. ഊർധ്വബാഹുവായി ഞാൻ വിളിച്ചു ചോദിക്കുന്നു, നിങ്ങൾ ആരും കേൾക്കുന്നില്ലേ? ധർമ്മം കൊണ്ട് തന്നെ അർത്ഥവും കാമവും എല്ലാവർക്കും നേടാമല്ലോ. എന്തുകൊണ്ട് ഈ ധർമ്മത്തിൻ്റെ വഴിക്ക് നിങ്ങൾ പോകുന്നില്ല എന്ന് ചോദിച്ച മഹാഭാരതം പിറന്ന നാട്ടിൽ നമ്മളിപ്പോഴും വേറെ വഴി കൂടെ സഞ്ചരിക്കുന്നു. നമ്മുടെ ഈ എല്ലാ കാലത്തും നമ്മൾ ബൈബിളിലായാലും ഖുറാനിലായാലും എല്ലാ പ്രവാചകന്മാരും നേര് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നാരായണത്ത് ഭ്രാന്തനിലെ പെരുങ്കാലൻ ചെയ്യുന്നതും അതേ നേര് തന്നെയാണ്. നമ്മൾ ഈ നേര് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന കാര്യങ്ങൾ അത് വിളിച്ചു പറയുമ്പോൾ പലപ്പോഴും പല മനുഷ്യന്മാർക്കും തോന്നുന്ന, അത് എന്തിനാണ് സത്യം പറയുന്നത്, അത് പറയുന്നത് ശരിയാണോ, അത് ആവശ്യമാണോ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന് പറയുന്നത് ഇരട്ടത്താപ്പിൻ്റെ ഒരു മനസ്സ് ഭയങ്കരമായിട്ട് കൊണ്ടുപോകുന്നൊരു കാലം കൂടി ഉണ്ട് എന്ന് ഈ 40 വർഷത്തെ കവിതയ്ക്കകത്ത് നിന്നുകൊണ്ടും സാറിന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ അന്ന് എഴുതുമ്പോഴും അത് നമ്മൾ പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് പങ്ക് വേണ്ടി ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് പങ്ക് കിടക്കും. അതിൻ്റെ പങ്ക് നമ്മൾ പറ്റുന്ന ആളുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്ന് സങ്കടത്തോടു കൂടി കാണേണ്ടി വരുന്നതാണ്. അത് ശരിയാണ്. പലർക്കും തുറന്നു പറയാൻ പേടിയാണ്, പലർക്കും തുറന്നു പറയാൻ ഇഷ്ടമല്ല. തുറന്നു പറഞ്ഞാൽ നമ്മുടെ കാര്യം നടക്കില്ലല്ലോ എന്നാണ്. പക്ഷേ നേര് പറയുന്നവനാണ് ധീരൻ. അതാണ് സത്യവചനം. സത്യത്തിൽ നിന്ന് ഒരുപാട് അകന്നു കഴിഞ്ഞ സമൂഹമാണ് ഇത്. അത് സംശയമില്ല. നമ്മളെല്ലാം സത്യമെന്ന് പറഞ്ഞ് അസത്യത്തെ ഭജിക്കുന്നവരാണ്. അതാണ് പുതിയ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ദുര്യോഗവും എന്ന് ഞാൻ കരുതുന്നു. വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത് എന്ന് ബൈബിളിൽ യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട്. പ്രവാചകൻ വിളിച്ചു പറയുന്നവൻ, സത്യം വിളിച്ചു പറയുന്നവനായതുകൊണ്ട് അവൻ്റെ തല കൊയ്യപ്പെട്ടു എന്ന് ബൈബിളിൽ തന്നെ കാണുന്നുമുണ്ട്. അത് ഇന്ന് വളരെ കൂടുതലാണ്. ആ കാലത്ത് ഏറ്റവും കൂടുതൽ ധീരാത്മാക്കളായി പെരുമാറാവുന്നവർ കലാകാരന്മാരാണ് എന്ന് ഉറപ്പിച്ചു പറയാം. കലാകാരന്മാർക്ക് എൻ്റെ കാഴ്ചയിൽ, എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ അഭിമതത്തിൽ കലാകാരന്മാർക്ക് പക്ഷഭേദം ഇല്ല, ഒരിക്കലുമില്ല. ഒരു കുഞ്ഞ് കിളിയും മഹാനായ മനുഷ്യനും കലാകാരന്മാർക്ക് ഒരുപോലാണ്. അവൻ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പിറകിലോട്ട് പോയി കാണാതെ പോയ ആടിനെ കണ്ടുപിടിക്കുന്നവനാണ്, മുടന്തനായ ആടിനെ. അവൻ അതിൻ്റെ കൂടെ ഉണ്ട്. അതേസമയം എല്ലാത്തിനെയും സമമായി കാണാനും അവനേ കഴിയുള്ളൂ. ആ സമദർശനം ആണ് ലോകത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമെന്ന് ഞാൻ ഇപ്പോഴും എൻ്റെ അവസാന ശ്വാസം വരെ വിശ്വസിക്കുന്നു. സമദർശനവും സത്യബോധവും മതി. അതാണ് വ്യാസനെക്കുറിച്ച് പറഞ്ഞത്. അതാണ് ധർമ്മം. അതിനു വേണ്ടിയിട്ടാണ് എഴുതുന്നത് എന്നത് ഉറപ്പാണ്. ചിലപ്പോൾ പലർക്കും
പെട്ടെന്നൊരു അപ്പോഴപ്പോഴേ ഏത് പക്ഷത്ത് നിന്ന് എഴുതിയാൽ കൊള്ളാം എന്ന് തോന്നുമായിരിക്കും. അങ്ങനെ തോന്നുന്നവർ കുറച്ചുപേര് കാണും. പക്ഷേ ഒരു നമ്പ്യാർ ഏത് എഴുത്തുകാരനിലും ഉണ്ടാവണം എന്നതാണ് എൻ്റെ നിർബന്ധം. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്ന് പറഞ്ഞ ആൾ തന്നെ. പക്ഷേ ഈ പക്കത്തെ ഊണിന് വാലാട്ടി നിൽക്കുന്ന ഒരു പശുവല്ല എഴുത്തുകാരൻ, കവി. അത് ശ്രദ്ധിക്കേണ്ടുന്നതാണ്. കാപ്പും അക്ഷരലക്ഷവും തേടുന്നവനല്ല കവി. രാജാങ്കണങ്ങളിൽ എനിക്കിടം വേണ്ട, രാജപ്രഭാവ പ്രസാദങ്ങൾ വേണ്ട, കോപ്പ് വഴിയുന്ന രണ്ടേകാല് വേണ്ട, കാപ്പും അക്ഷരലക്ഷവും വേണ്ട വേണ്ട എന്ന് കുഞ്ചൻ നമ്പ്യാർ പറയുന്നതായിട്ട് ഞാൻ എൻ്റെ കവിതയിൽ എഴുതിയിട്ടുണ്ട്. കനൽമൊഴികൾ എന്ന കവിതയിൽ. വിറ്റില്ല ഞാൻ എൻ്റെ ജന്മം ഒരിത്തിരി കൊറ്റിനു വേണ്ടിയിട്ടാർക്കും, വെട്ടിപ്പിടിച്ചില്ല സ്വർഗങ്ങൾ, ആരുടെയും അർത്ഥങ്ങൾ അപഹരിച്ചില്ല. ഒരു കവിയുടെ വചനമാണിത്. എനിക്ക് രാജപ്രഭാവ പ്രസാദങ്ങൾ വേണ്ട, അക്ഷരലക്ഷം വേണ്ട, രണ്ടേകാലും വേണ്ട, ഇവിടുത്തെ പദവികളും വേണ്ട. പക്ഷെ പറയാനുള്ള തുറന്ന് പറയണം. അങ്ങനെ പറഞ്ഞവനാണ് കുഞ്ചൻ നമ്പ്യാർ. ഞാൻ കുഞ്ചൻ നമ്പ്യാരെ ബഹുമാനിക്കുന്നത് അത് തുറന്നു പറയാം. ആ കനൽമൊഴികൾ എന്ന കവിത എഴുതുമ്പോൾ ബഹുമാനപൂർവമാണ് എഴുതിയത്. നമ്പ്യാർ എന്ന കവിയെ ഞാൻ ബഹുമാനിക്കുന്നത് നമ്മുടെ നാട്ടിലെ, ചിലപ്പോൾ ലോകത്തിൽ തന്നെ ആദ്യത്തെ ഏറ്റവും വിപ്ലവകാരിയായ കവി എന്നർത്ഥത്തിലാണ്. വിപ്ലവകാരിയായ കവി. നമ്മൾക്കാണെങ്കിൽ ആദ്യത്തെ ക്ഷേത്രപ്രവേശന വിളംബരകാരൻ കുഞ്ചൻ നമ്പ്യാരാണ് എൻ്റെ കാഴ്ചയിൽ. എങ്ങനെ? ഇവിടത്തെ തമ്പുരാനാണല്ലോ ക്ഷേത്രപ്രവേശന വിളംബരം കൊണ്ടുവന്നത്. പക്ഷേ അതിനു മുമ്പ് സ്വന്തം വിളംബരം അദ്ദേഹം നടത്തിയിരുന്നു. അമ്പലത്തിൽ കയറാൻ യോഗ്യതയില്ലാത്ത പൊലയനെയും പറയനെയും വേലനെയും അണിനിരത്തി അവന്റെ വേഷമെടുത്ത് ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കം തുള്ളൽ, 3 തുള്ളലായിട്ട് അവന് വേണ്ടി സ്വയം വേഷം കെട്ടി, അവന് വേണ്ടി പൊലയന്റെ വേഷം കെട്ടി, അവന് വേണ്ടി പറയന്റെ വേഷം കെട്ടി, അവന് വേണ്ടി വേലന്റെ വേഷം കെട്ടി. ഈ വേഷമെടുത്ത് അമ്പലത്തിനകത്ത് കയറി തുള്ളിയവനാണ് കുഞ്ചൻ നമ്പ്യാർ. ആലോചിച്ച് നോക്കണം. അതാണ് ക്ഷേത്രപ്രവേശനം. അതിന് ആളുകൾ ഓടിച്ചിട്ട് അടിച്ചു അദ്ദേഹത്തിനെ. ആ അടിയും കൊണ്ടുകൊണ്ടാണ് അമ്പലപ്പുഴ നിന്ന് ഓടി ഇവിടെ വരെ വന്നത്, തിരുവനന്തപുരത്ത് വന്നത്. തിരുവനന്തപുരത്ത് വന്നപ്പോഴും ഇവിടത്തെ കുഴപ്പം അങ്ങേറ് മനസ്സിലാക്കി. അതുകൊണ്ട് ഇവിടത്തെ രീതികൾ കണ്ടിട്ടും അദ്ദേഹം പച്ചയ്ക്ക് തുറന്ന് പറയാനുള്ളത് പറഞ്ഞു. ആ പറച്ചിൽ ഒരു വെറുതെയുള്ള വിനാശകരമായ ക്രിറ്റിസിസം അല്ല, ഒരിക്കലുമല്ല. തിരുത്താൻ വേണ്ടിയിട്ടാണ്. ഭരണാധികാരി സ്വയം തിരുത്തണം, അതാണ് പ്രധാനം. ശക്തൻ തമ്പുരാനെ കുറിച്ചൊരു കഥയുണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലൊന്ന് സൂചിപ്പിക്കാം. ശക്തൻ തമ്പുരാനെ കുറിച്ചുള്ള കഥയെന്ന് വെച്ചാൽ, ശക്തൻ തമ്പുരാൻ ചാക്യാർ കൂത്തു പറയുന്നിടത്ത് കേൾക്കാൻ മുമ്പിൽ സിംഹാസനം പോലുള്ള ഒരു ആസനത്തിൽ ഇരുന്നിരുന്നു. അപ്പോൾ ഈ ചാക്യാർ സുന്ദരമാണ്. ശക്തൻ തമ്പുരാൻ ഒത്തിരി പൂച്ചക്കണ്ണുണ്ട്. അപ്പൊ ആ പൂച്ചക്കണ്ണിനെ തന്നെ ഒന്ന് കളിയാക്കിക്കൊണ്ട് ഇദ്ദേഹം ഒരു പരാമർശം നടത്തി. ചാക്യാര് പൂച്ചക്കണ്ണിനെ കളിയാക്കിക്കൊണ്ട്. ഇന്നത്തെ ചാക്യാർക്ക് വിമർശിക്കാം, പക്ഷെ ശക്തൻ തമ്പുരാൻ കടുപ്പക്കാരനാണ്. ശക്തൻ തമ്പുരാൻ, ആളുകൾ വിചാരിച്ചു ശക്തൻ തമ്പുരാൻ ഇന്നിയാടെ തല കൊയ്യും. കൂത്തു കഴിഞ്ഞു. ചാക്യാര് ശക്തൻ തമ്പുരാന്റെ മുന്നിൽ ഹാജരാകാൻ ആജ്ഞാപിക്കപ്പെട്ടു. അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ സിംഹാസനത്തിൽ ഉടവാളും കയ്യിൽ പിടിച്ച് ഉഗ്രശാസനായിട്ടിരിക്കുകയാണ് ശക്തൻ തമ്പുരാൻ. ഇപ്പോഴെന്തു തോന്നുന്നു എന്ന് ചോദിച്ചു. ഇപ്പോഴെന്തു തോന്നുന്നു എന്നാണ് ചോദ്യം. അപ്പോഴും ഈ ചാക്യാര് പറഞ്ഞു, പൂച്ചയെ കണ്ട് എലിയെ പോലെ തോന്നുന്നു. പൂച്ചക്കണ്ണിനെ ആക്ഷേപിച്ചവനാണ്. ഇവിടെ അത് വിട്ടില്ല. പൂച്ചയെ കണ്ട് എലിയെ പോലെ ആയിപ്പോയി ഞാനെന്ന്. ഈ പേടിയുണ്ട്. പക്ഷെ പൂച്ച എന്നുള്ള സത്യം പറയാതിരുന്നില്ല.
ഒരു കവി, കലാകാരൻ പറയേണ്ടത് പറയും. കാരണം കല ധർമ്മപ്രവചനമാണ്, അല്ലേ? ഒഴിമുറിയുടെ ശില്പിയാണ് ഈ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാം ജീവിതത്തിലെ ധർമ്മങ്ങളെക്കുറിച്ചാണ്, എല്ലാ മനുഷ്യനും ഒരുപോലെ ബാധകമാകുന്ന മനുഷ്യധർമ്മങ്ങളെക്കുറിച്ചാണ്, സ്നേഹത്തെക്കുറിച്ചാണ്, പരസ്പരമുള്ള ചേരുവയെക്കുറിച്ചാണ്, മൈത്രിയെക്കുറിച്ചാണ് എപ്പോഴും എഴുത്തുകാരൻ, കലാകാരൻ ചെയ്യുന്നത്. കാരണം കലാകാരൻ്റെ ശില്പങ്ങളെല്ലാം അന്യോന്യം ഇണക്കമുള്ള വചനങ്ങളോ സ്വരങ്ങളോ ശില്പരൂപങ്ങളോ ആയിരിക്കും. താളത്തെറ്റ് വരില്ല. സമൂഹത്തിൻ്റെ അപഭ്രംശങ്ങളെ, അപക്രമങ്ങളെ തിരുത്താനാണ്, അല്ലേ, കലാകാരനും എഴുത്തുകാരനും പ്രവർത്തിക്കുന്നത് എന്ന് തന്നെ ഞാൻ ഇപ്പോഴും കരുതുന്നു. അതുകൊണ്ട് എഴുത്തുകാരുടെ, കലാകാരന്മാരുടെ വചനങ്ങൾ ധീരതയോടുകൂടി സത്യവചനത്തിനായി നിൽക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. വീണ്ടും തീർച്ചയായിട്ടും നസീർ സാറിനോടൊപ്പമുള്ള ഒരു വർത്തമാനമില്ല. കാരണം നമ്മൾ സ്വയം ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. കാരണം സത്യം പറയാനുള്ള ധൈര്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സത്യം പറയുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ വിമർശിച്ചാൽ നമ്മൾ കിട്ടാൻ പോകുന്ന എന്തെങ്കിലും നേട്ടങ്ങളുണ്ടെങ്കിൽ അത് ഇല്ലാതാവുമെന്ന് ഭയപ്പെടുന്ന ഒരു സമൂഹത്തെ ആണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു കാരണവശാലും ഒരു രാജ്യത്തിൻ്റെയോ ഒരു ലോകത്തിൻ്റെയോ പുരോഗതിക്കൊട്ടും തന്നെ ഗുണകരമാകുന്നതല്ല. തെറ്റ് കണ്ടാൽ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടാവുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ